സ്കൂൾ ഇന്നവേറ്റിംഗ് മാരത്തോണിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണിത്. ഇത് നമ്മളുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ കൊണ്ടുപോകുമെങ്കിലും പൊട്ടിയതും ഉപയോഗശൂന്യമായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ കൊണ്ടുപോകാറില്ല. അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നമുക്കത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണിത്. ഇതിലെ പ്രധാന ഭാഗങ്ങൾ ബർണർ, കംപ്രസർ, ബാറ്ററി, വാട്ടർ ടാങ്ക്. ഇതിൻ്റെ പ്രവർത്തന രീതി: ഈ ബർണറിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പുക ഈ കംപ്രസർ വലിച്ചെടുത്ത് ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പുക പോകുന്നുണ്ട്. പുക പുറത്തേക്ക് വരികയുമില്ല. വെള്ളത്തിൽ പുക ഒരു പാട പോലെ കിടക്കുകയും ചെയ്യും. ഈ വെള്ളം നമുക്ക് റീസൈക്കിൾ ചെയ്ത് ചെടികൾക്ക് ഒഴിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രവർത്തന രീതി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കൈ പൊള്ളിക്കല്ലേ. നമുക്കൊരു പ്രവർത്തിപ്പിക്കാം. ഈ സംവിധാനം നമ്മുടെ വീടുകളിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്കും പ്രകൃതിക്കും അന്തരീക്ഷത്തിനും ഒരു പ്രശ്നവുമില്ലാതെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാം. ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്കും ഭൂമിക്കും അന്തരീക്ഷത്തിനും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ പ്ലാസ്റ്റിക് നമുക്ക് സംസ്കരിക്കാം. പ്രകൃതി സൗഹൃദ മലിനീകരണം